ആലപ്പുഴയിൽ സ്കൂൾ കുട്ടികൾ തന്നെ ലഹരി വിൽക്കുന്ന വാർത്തയാണ്. ലഹരി വിറ്റ് അതിൻ്റെ മാഫിയകൾക്ക് കൊടുക്കുമ്പോൾ പകരം കിട്ടുന്നത് ലഹരിക്കുള്ള കഞ്ചാവ് തന്നെ. അങ്ങനെ ഒന്നിലേറെ സ്കൂളുകളിൽ നിരന്തരം തുടരുന്ന സർക്കുലേഷൻ, നിർബാധം സ്കൂൾ വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തുകയാണ്. ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന വ്യാപകമാണ് എന്നുള്ള ഈ വാർത്ത സ്ഥിരീകരിക്കുകയാണ് ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷനും പട്ടണക്കാട് SI കെ സൈജു. ഇരുവരും ന്യൂസ് 8 നൽകിയ പ്രതികരണത്തിലേക്ക് കൂടി. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡി ഹണ്ട് എന്ന പ്രോഗ്രാമോടുകൂടി ഒത്തിരിയധികം കേസുകൾ നമ്മൾ ജില്ലയിൽ ഉടനീളം പിടിച്ചിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് അവിടുത്തെ കൊണ്ടുവരുന്നതെല്ലാം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം. അത് നമ്മൾ ട്രെയിനകത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പം ഈ ഡി ഹണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസ് വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം പട്ടണക്കാട് പിടിച്ച ഒരു കേസുമായിട്ട് നമ്മൾ ഒത്തിരി അന്വേഷിച്ചതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പം കൊടുത്തു വരികയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ശക്തമായ നടപടിയിലോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. നിലവിൽ ഈ കുട്ടികൾക്ക് ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ ദിനംപ്രതി ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂൾ പരിസരങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കുട്ടികളെ തന്നെ ക്യാരിയേഴ്സാക്കി സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവന്മാർ നമ്മൾ പിടിച്ചിരിക്കുന്ന 2 പേര് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവും കൂടാതെ തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഉണ്ടായിരിക്കില്ല. ഈ കുട്ടികളെ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയും മറ്റു കുട്ടികളെ കൂടി ഇതിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അവന്മാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും. അതിനൊരു സംശയവും ഇല്ല. അത് കൂടാതെ തന്നെ കുട്ടികൾ ഈ രീതിയിൽ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കൗൺസിലിങ്ങും അവരുടെ മാതാപിതാക്കളോട് കൃത്യമായിട്ടൊരു അവയർനെസ് ക്ലാസ്സും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ കൈപ്പിടിയിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യാനുള്ള നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. വീണ്ടും ശരണ കുട്ടികൾക്ക് കൗൺസിലിംഗ്, ആ ബോധവൽക്കരണം, അവരെ വീണ്ടും ഈ ചെളിക്കുഴിയിലേക്ക് വീഴാതെ രക്ഷിച്ചു കൊണ്ടുവരിക, ആ കടമ പോലീസ് ഉറപ്പാക്കുന്നു. ഒപ്പം ഈ വരുന്ന ഈ നെറ്റ്വർക്ക് എവിടെ നിന്നാണ്, ഇതിന്റെ പിറകിൽ ആരാണ്, ഇവർക്ക് കനത്ത ശിക്ഷ ലഭിക്കുന്നുണ്ടോ, ഇവരെ പിടിക്കാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടിയാണല്ലോ വേരറുക്കുകയാണ് ചെയ്യുന്നത്. വേരറുക്കാത്ത രീതിയിൽ ഉള്ള നടപടികൾ ഉണ്ടായാൽ അത് ഒരു രക്ഷിതാവിൻ്റെയും ആശങ്ക ഇല്ലാതാക്കുകയില്ല. ആ തരത്തിൽ എന്ത് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്? അപർണ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കണ്ട രക്ഷകർത്താക്കൾ അവരെല്ലാം വളരെ ഞെട്ടലോടെയാണ് തങ്ങളുടെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും സ്ഥിരമായി ഇതിന്റെ ഉപഭോക്താക്കളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പോലീസ് വിളിക്കുമ്പോൾ പോലും പലരും അത് സമ്മതിക്കുന്നില്ലായിരുന്നു. മക്കൾക്ക് ഇങ്ങനെ ലഹരി ഉപയോഗം ഉണ്ടെന്ന്. പക്ഷേ മക്കളെ കൃത്യമായി രക്ഷകർത്താക്കളുമായി ഇരുത്തി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ മക്കൾ സ്ഥിരീകരിച്ച ഘട്ടത്തിൽ ബോധരഹിതരായി വീണ രക്ഷകർത്താക്കൾ വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ടിന് ശേഷം ലഹരി ഉപയോഗം കൂടുതലായി നടത്തുന്ന ആളുകൾ, അതായത് വലിയ ബൾക്കായ പാക്കറ്റുകളായി ലഹരി എത്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിലും കൂടുതൽ ലാഭത്തിലും കുട്ടികൾക്കിടയിൽ ഇത് വിൽക്കാൻ കഴിയും എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഇവർ എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ, അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ ഇവർ ടാർഗറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ലഹരി നൽകി അവരെ ഇതിനൊരു അടിമത്തത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ലഹരിയുടെ. അതിനുശേഷമാണ് ഓരോരുത്തരെയും ഈ ലഹരി കൊടുക്കാൻ വേണ്ടി അത് നൽകാമെന്നുള്ള ഓഫറിന്റെ പുറത്താണ് ഈ കുട്ടികളെ കൊണ്ട് 1 രൂപ ചെലവില്ലാതെ ഇവരിത് വിൽപ്പിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് പട്ടണക്കാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കുട്ടികളിലേക്കൊക്കെ എത്തുന്നത് തന്നെ പോലീസിലെ തന്നെ ഒരു വിഭാഗം നമ്മൾക്ക് നൽകിയൊരു വിവരത്തിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. കാരണം ഇത് തടയേണ്ടതുണ്ട് എന്നുള്ള ഒരു വ്യാപകമായി ഇതിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ ഇത് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വിവരം പുറത്തേക്ക് വരണം.
കുട്ടികൾ ക്യാരിയേഴ്സ് ആകുന്നു, രക്ഷകർത്താക്കൾ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 500 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിനായി ഈ കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത്. വലിയ ലാഭത്തോടു കൂടി ഇത് വിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ നമ്മളോട് സംസാരിച്ച കുട്ടി പറഞ്ഞത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നൊക്കെ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത് വാങ്ങാനായി എത്തുന്നത്. 100 കണക്കിന് കുട്ടികൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ വടക്കൻ മേഖലയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കുട്ടികൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. +1 +2 വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുമാണ് ഇത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നുള്ള സ്ഥിരീകരണവും ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടി നമ്മളോട് സംസാരിച്ച കുട്ടിയും അമ്മയും, ഞാൻ ആ വീടും അന്തരീക്ഷവും ഒക്കെ കണ്ടു. വീടിന്റെ അലമാരയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു അവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇതൊരു അബോധാവസ്ഥയിലേക്ക് പോയി അക്രമം അടക്കമും കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് ഈ അമ്മ ധൈര്യത്തോടെ ഇത് പറഞ്ഞേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ട് വളർത്ത 2 മക്കളാണ്. ആ ചെറിയ കുട്ടികളെയാണ് ഈ രീതിയിൽ ക്യാരിയേഴ്സ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആ കുട്ടിയാണ് ആ കുട്ടികളിൽ ഒരാളെയാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വെല്ലുവിളി നേരിട്ടാലും അത് അവർക്ക് നല്ല ഭീഷണി ഉണ്ടായിരുന്നു. നമ്മളവിടെ പോലീസ് ഉദ്യോഗസ്ഥരുമായി തന്നെയാണ് അവിടേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ നല്ല ഭീഷണി ഇവർക്ക് എന്നുള്ളതാണ്. അതായത് ഈ സാധാരണ ഇതിനകത്ത് വരുമ്പോൾ ജുവനയിലും കൂടെ ചേർത്താണ് വകുപ്പിട്ടേക്കുന്നത്. നമുക്കറിയാലോ, കഞ്ചാവൊക്കെ ആണെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് അപ്പുറത്തേക്ക് കഞ്ചാവ് പിടിച്ചാലേ അതിനകത്തൊരു കേസിലേക്കും അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഊരിപ്പോകും ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ജുവനൈൽ ആക്ട് കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇവരെ റിമാൻഡിലേക്ക് വിടാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഈ രീതിയിൽ കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൂട്ടാവുന്നതിന്റെ പരമാവധി വകുപ്പുകൾ ഇട്ട് അവർ പൂട്ടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ജുവനൈൽ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. കാരണം ഈ ക്യാരിയേഴ്സ് ഇവരാണ് എന്നുള്ളത്. അതായത് ഫോണിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഫോണിൽ വിവരം അറിയിക്കും. സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഇവരങ്ങ് പോവുകയാണ്. അവിടെ ആ സ്പോട്ടിൽ ചെന്ന് ഇവരെടുത്തോണം. എന്നിട്ടാണ് ഈ കുട്ടികളാണ് നേരിട്ട് വിൽക്കുന്നവരെന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ഒരു ആൾക്കാർ ഇവരെ തിരഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴുകൻ കണ്ണുമായി ഇവർക്ക് പിന്നാലെ ഉണ്ട് എന്നുള്ളത് അവിടെ വന്ന ആ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന രക്ഷകർത്താക്കള്, അമ്മമാരൊക്കെ ബോധരഹിതരായി മക്കൾ സമ്മതിച്ചപ്പോൾ വീഴുവാണ്. അത്രയും വലിയ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലേ മക്കൾക്ക് ഈ ഉപയോഗമുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇവർ എവിടെ നിന്ന് ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിലൊക്കെ വിശദമായ അന്വേഷണം വേണം. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് ഇറങ്ങിയപ്പോൾ പോലീസും സർക്കാരും ചേർന്ന് നടത്തുമ്പോൾ സ്വാഭാവികമായും വൻ ബ്രാക്കറ്റിലുള്ള ആൾക്കാർ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതേസമയം ഇത് കുട്ടികൾ ഇരയാക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരണ്യ, അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് കയ്യിൽ കിട്ടുന്ന ഈ പണം, ഇത് ഈ 500 രൂപയുടെ പാക്കറ്റിനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ രക്ഷിതാക്കളെ അറിയാതെ തന്നെ ഈ തരത്തിലുള്ള ഒരു പണത്തിൻ്റെ സ്രോതസ്സുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും അതൊരു ആശങ്കപ്പെടുത്തുന്നെങ്കിൽ പോലും മറ്റ് പല ക്രൈമുകളിലേക്കും വഴിതിരിക്കുന്നുണ്ട്. അത്തരം ചില ക്രൈമുകളുടെ സൂചനകൾ നൽകാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്. എങ്ങനെയാണ് ഇത്രയും കുട്ടികൾക്ക് ഇത് വാങ്ങാൻ കഴിയുന്നത്? ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്ന്? വീട്ടുകാർ കൊടുക്കുന്ന പണമാണോ, പോക്കറ്റ് മണിയാണോ, അത് മറ്റെന്തെങ്കിലും ആണോ? അത്തരം കാര്യങ്ങൾ കൂടി രക്ഷിതാക്കളോട് പോലീസ് ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കുട്ടികൾ വലിയൊരു ബഹളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന ഘട്ടത്തിൽ പല രക്ഷകർത്താക്കളും ഈ വിഷയങ്ങൾ ഒതുക്കി തീർക്കാനായി ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ്. പുറത്തേക്ക് ഈ ഒരു കൗമാര പ്രായത്തെ ഹാൻഡിൽ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു, പണം ചോദിക്കുന്നു. നമ്മളിപ്പം പോയ വീട്ടിൽ തന്നെ അവസ്ഥ അതിദയനീയമാണ്. കാരണം ആ കഷ്ടപ്പെട്ട അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ടേക്കുവാണ്. അപ്പോൾ പുറത്തേക്ക് ഇത് അറിയാതിരിക്കാൻ വേണ്ടി വിങ്ങിപ്പൊട്ടി അകത്ത് അടക്കി വെക്കുന്ന രക്ഷകർത്താക്കൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അന്ന് ഞാൻ ആ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ രക്ഷകർത്താക്കളുടെ കൂട്ടം അവിടെ നിൽക്കുമ്പോൾ അവരിൽ പലരും